ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ജോർജ് സ്റ്റോറീസ്. എനിക്കറിയാം കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. സോ ഇന്ന് ഇവിടെ Head southeast on Fulton Street. Toward Middle Avenue, then turn left onto Riverside Drive. ഇവിടെ എങ്ങനെ നിർത്തുകയെന്ന് എനിക്കറിയില്ല. ഞാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള ലൊക്കേഷൻ ഇട്ടതാണ്. ഹായ് ഗൈസ്, കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. സോ വെൽക്കം ബാക്ക് ടു ജോർജ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾ ഇവിടെ വാലന്റൈൻസ് ഡേ ആണ്. സോ ഐ തോട്ട് ഓഫ് സർപ്രൈസിങ് ഷെയ്ൻ. അപ്പോൾ നമുക്ക് പുറത്ത് പോയി കുറച്ച് ഡെക്കോർ ഐറ്റംസും ഒക്കെ വാങ്ങിച്ചിട്ട് വരാം. ഷെയ്ൻ എനിക്ക് കുറച്ച് സർപ്രൈസസ് ഇന്നലെ രാത്രി തന്നു. ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് ലിറ്റിൽ ഫോർ ഹെം. ചെറിയ രീതിക്ക് നമുക്കിപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ നടക്കും, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ല നമുക്ക്. ബട്ട് ഐ തോട്ട് ഓഫ് ജസ്റ്റ് ചെയ്ത് നോക്കാം. ലൈക്ക് കുളമായില്ലെങ്കിൽ നമുക്ക് സെറ്റാക്കാം എന്ന് വിചാരിച്ചു. So I'll walk you through all this, things, guys. Come along. എപ്പോഴും നമ്മുടെ ചെയിൻ്റെ ഹൈറ്റിനായിരിക്കും നമ്മുടെ വണ്ടി എപ്പോഴും അഡ്ജസ്റ്റഡ് ആയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ കയറുമ്പോൾ ഇത് ബഹിരാകാശം വരെ പൊക്കണം. ക്യാമറ പോയില്ല, എന്നെ കാണുന്നില്ല. നല്ല അടിപൊളി വെതറാണെന്ന്. പക്ഷേ സ്നോ ഇനിയും നെക്സ്റ്റ് വീക്കൊക്കെ, ഇപ്പോഴും ഫെബ്രുവരി ആയി, അടുത്ത വീക്കൊക്കെ ഇനിയും സ്നോ പെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ലൈക്ക് നല്ല സണ്ണി ക്ലൈമറ്റാണ്, സൂപ്പറാണ്. ബാഗ് ഇച്ചിരി വലിയ ബാഗാണ്, ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് ഇടയ്ക്ക്. ഓക്കെ, സോ നമുക്ക് പോയിട്ട് വരാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. വാൾമാർട്ടിലാണ് നമ്മൾ വന്നേക്കണത് കേട്ടോ. ഇവിടുത്തെ പരിപാടികൾ കഴിച്ചിട്ടിറക്കാം. നമ്മളിവിടെ ഒരു ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ ഒക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ലെറ്റ്സ് സീ. So how long would it take to get the print? Okay. നമ്മൾ ഇവിടെ സെൽഫായിട്ടാണ് ഫോട്ടോ പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അവരിവിടുന്ന് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ പ്രിൻ്റ് എടുത്ത് തരും. ഭയങ്കര എക്കോണമിക്കലായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. വലിയ പൈസയൊന്നും ആവത്തില്ല. ഇവിടെ പ്രിൻ്റ് എത്രയാണ്, സംതിങ് ലൈക്ക് $2 ഓർ സംതിങ്. അത്യാവശ്യം വലിയൊരു പ്രിൻ്റാണ്. അപ്പോൾ അത്ര ആയിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, നമ്മുടെ ഫോട്ടോസൊക്കെ കിട്ടി. ഇനി നമ്മൾ ഡോളർ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. നമ്മളൊരു എക്കണോമിക്കലായിട്ടുള്ള വാലന്റൈൻസ് ഡേ സെലിബ്രേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ഡോളർ സ്റ്റോർ. ഓക്കെ, അപ്പം നമ്മളിവിടെ എത്തി. ഇതാണ് നമ്മുടെ കുഞ്ഞ് ഡോളർ സ്റ്റോർ. ഇവിടെ എല്ലാം
$1.20 ഒത്തിരി സാധനങ്ങൾ കിട്ടും. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ ഫോട്ടോയ്ക്ക് ഒരു ഫ്രെയിം വാങ്ങിക്കണം, പിന്നെ കുറച്ച് കുട്ടി ഡെക്കോർസ് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ചെയ്ത് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എല്ലാവർക്കും ഡെക്കോർസ് സെറ്റപ്പ് കാണുന്നത് നല്ല രസമല്ലേ, ഒരു വണ്ടർവോൾ. സോ ഇതാണ് നമ്മുടെ ഫ്രെയിംസ് ഏരിയ. ഇപ്പം നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മുടെ സൈസസ് 8x10 ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടാ നമ്മുടെ സാധനം നല്ലൊരു ഫ്രെയിം നോക്കിയെടുക്കാം. എനിക്കൊന്നും അത് നല്ലതാണെന്ന് തോന്നുന്നു. 8x10 അടിപൊളി സാധനമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്രെയിമാണ്. കണ്ടോ, ഇങ്ങനെ പാത്രങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇതെല്ലാ സാധനത്തിനും $1.25 ഉള്ളൂ. ഇതൊക്കെ സ്റ്റീലും പോട്ടെ, ഗ്ലാസിൻ്റെ സാധനങ്ങളാണ്. നമുക്ക് ഭയങ്കര എക്കോണമിക്കലായിട്ട് ഇവിടെ ജീവിക്കാം എന്നുള്ളതാണ്. വലിയ വലിയ ഡോളർ സ്റ്റോഴ്സും ഉണ്ട് അവിടെ എന്ന് വെച്ചാൽ ഒരുമാതിരി എല്ലാ സാധനങ്ങളൊക്കെ കിട്ടും. ഇതൊരു ഇടത്തരം ഡോളർ സ്റ്റോറാണ്. ഡോളർ സ്റ്റോർ അല്ലല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം. സോ നമുക്കിത് ചെക്കൗട്ട് ചെയ്യാം. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ആൾക്കാർ എനിക്ക് പ്രാന്താന്നായിരിക്കും. നമ്മളിനി ഡോളർ സ്റ്റോറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോകുന്ന ഗെയിം സ്റ്റോപ്പിലേക്കാണ്. നമ്മൾ വീഡിയോസ് എപ്പോഴും കാണുന്നവർക്ക് അറിയായിരിക്കും. ചെയ്യുന്നൊരു ദൈവമേ തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു ഗെയിം സ്റ്റോപ്പ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് 10 മണിക്ക് തിരിച്ചെത്തണം. സോ അപ്പോൾ തുറന്നിട്ടില്ലേ, ഇനിയൊന്നും 10 മണിക്കായിരിക്കും തുറങ്ങാൻ. അതിപ്പം 9 മണിയെങ്ങാണ്ടായി. പോയി നോക്കാം. അവിടെ ആൾക്കാരിങ്ങനെ നിൽക്കുക. ഡോളർ സ്റ്റോറിൽ നിന്ന് നമ്മൾ ബലൂൺസൊക്കെ വാങ്ങിച്ചു. ഇനി ഗെയിം സ്റ്റോപ്പ് കൂടെ ഉള്ളൂ. ഇതാണ് ഫൈനൽ സ്റ്റോപ്പ്. കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോവാം. ഗെയിം സ്റ്റോപ്പ് തുറന്നിട്ടില്ല. നമ്മളിപ്പോൾ തിരിച്ചു പോവാം, കാരണം നമുക്കധികം സമയമില്ല. നമുക്ക് 10 മണിക്ക് തിരിച്ച് വീട്ടിലെത്തണം. 10 മണിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് നമുക്ക്, അതുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തണം. അവസ്ഥയാണ് ഞാനും എൻ്റെ ബലൂൺസ്. ദൈവം ഇത് ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വരുവാണ്. ഞാൻ രാവിലെ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. നല്ല തണുപ്പാ, കൈയൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. സോ നമുക്ക് ഇപ്പോൾ തിരിച്ചു പോകാം. 9:20 ആവുന്നു. 10 മണിക്ക് നമുക്ക് വീട്ടിലെത്തണം. ഓക്കെ, സോ വേഗം നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. നമ്മുടെ വീടെത്തി. ഇനി നമുക്ക് പോയി എല്ലാം സെറ്റ് ചെയ്യണം. സമയം ഇപ്പോൾ ഒത്തിരി പോയി കാണാം. എല്ലാം മാറ്റിയില്ലെങ്കിൽ ഷെയ്ൻ വരുമ്പോഴത്തേക്കും ഷെയ്നെ തലയിടിക്കും. ബലൂണെല്ലാം അണ്ടകടാഹത്തിൽ പോയി കിടക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ ഡോറ് തുറന്നു? ഇത് ടാസ്ക്കാണ്. ഇങ്ങനെയാണോ ഞാൻ പൂട്ടിയിട്ട് പോയെന്ന് എനിക്കറിയില്ല. വരുമ്പോഴുള്ള 8ന്റെ പണിക്ക് വേണ്ടിയിട്ടായിരിക്കും. വലിയ ടാസ്ക് കഴിഞ്ഞു. ചെറിയ രീതിക്ക് ഡെക്കോറൊക്കെ ചെയ്തു. ഇനി കുഞ്ഞതായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം.
ഇതാണ് നമ്മുടെ കുട്ടി വാലൻറ്റൈൻസ് ഡേ ഡെക്കോറ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. യാ അയ്യോ ഞാൻ രാവിലെ പുറത്ത് പോയി ചെയ്യുന്ന സെറ്റ് ചെയ്തോണ്ട് വന്നിയാ. എന്തോ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഷിറ്റ് ഗോഡ് ഡാം കൊള്ളാം. അതിന്റെ അടിയിൽ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ അവര് കട്ട് ചെയ്തിട്ടാ ഇത് ശരിയല്ലല്ലോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗെയിം സ്റ്റോപ്പിൽ പോയായിരുന്നു ഞാൻ, പക്ഷെ അവിടെ ഉണ്ടായിരുന്നില്ല. ഗെയിം സ്റ്റോപ്പ് പറഞ്ഞിട്ടുണ്ടായില്ല. താങ്ക് യു പഞ്ചു ബാബു. I got trapped in your eyes the moment you looked at me. From across the room, those eyes kept following